പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ അക്കൗണ്ടൻസി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഗിവൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഒരു ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഫ്രം ദ ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ബ്രദേഴ്സ് ക്ലബ് പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2013. ഇവിടെ റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ, ഇറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ദെൻ സബ്സ്ക്രിപ്ഷൻസ് ₹65,000. ഒരു ക്ലബിൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഇവിടെ നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനിൽ നൽകിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വേർ ₹4,000. നമ്മുടെ സാമ്പത്തിക വർഷം ജനുവരി 1 ടു ഡിസംബർ 31, 2013 അഥവാ ഇവിടെ തൊട്ട് മുമ്പത്തെ 2012 സാമ്പത്തിക വർഷത്തെ അവസാനിക്കുന്ന സമയത്തുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 4,000 ഉണ്ട്. അതുകൂടാതെ അറ്റ് ദ എൻഡ് ഓഫ് 2013 ₹6,000. നമ്മളെ 2013 അവസാനം നമുക്ക് ഇനിയും കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ 6,000 രൂപയുമുണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ₹65,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ₹6,000 ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ലാസ്റ്റ് ഇയർ ₹4,000 എന്ന രീതിയിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഡൊണേഷൻ ആൾസോ ആൻ ഇൻകം ₹6,000. ഇതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷനാണ്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നില്ല, പകരം ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ദെൻ മാച്ച് ഫണ്ട് ഇനത്തിൽ നമുക്ക് 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് ഈ മാച്ച് ഫണ്ട് കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ഉണ്ട്, മാച്ച് എക്സ്പെൻസ്. ഇത് ഈ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ദെൻ മിസ്ലേനിയസ് റെസിപ്റ്റ്സ് 430 രൂപ ഇൻകമാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ് 250 രൂപ, ഇറ്റ് ഈസ് ആൾസോ ആൻ ഇൻകം, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ നമുക്ക് ഈ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലുള്ള ഐറ്റംസ് നോക്കാം. മാച്ച് എക്സ്പെൻസ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് മാച്ച് ഫണ്ടിൽ നിന്ന് കുറച്ചാണ് കാണിക്കേണ്ടത്. ദെൻ റെൻറ്റ് 9,600 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ സാലറീസ് 24,000. ഈ വർഷത്തെ നമ്മുടെ സാലറി എക്സ്പെൻസ് ഇനത്തിൽ വന്ന പേയ്മെൻറ്റ് 24,000 രൂപയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വേർ ₹2,000. ഇത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള സാലറിയാണ്. ഇത് ഈ വർഷം കൊടുത്ത 24,000 രൂപയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടുള്ള 2,000 രൂപ ഇവിടെ നിന്ന് ഈ സാലറീസിൽ നിന്ന് ലെസ് ചെയ്യണം. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് 2013 അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും സാലറീസ് പേയബിൾ 2,500 രൂപയുണ്ട്. അത് പേയബിൾ ആണെങ്കിലും ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ 24,000 കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ സാലറി എക്സ്പെൻസിൻ്റെ കൂടെ ഈ 2,500 രൂപ കൂടി ആഡ് ചെയ്യണം. ദെൻ സൺട്രി എക്സ്പെൻസസ് ഒരു എക്സ്പെൻസ് ആണ്, ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ മറ്റൊരു പേയ്മെൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. 36,000 രൂപ അതിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റാണ് അഥവാ ക്യാപിറ്റൽ നാച്ചറാണ്. ഇത് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ ന്യൂസ് പേപ്പേഴ്സ് ഒരു എക്സ്പെൻസ് ആണ്, 750 രൂപ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്.
ദെൻ മറ്റൊരു പേയ്മെൻറ്റ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് 32,000 രൂപ അതിനുവേണ്ടി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതൊരു അസറ്റാണ്, അതുകൊണ്ട് നമ്മളിത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ഡിസംബർ 31, 2013 ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഓൺ 31 December 2012 അഥവാ കഴിഞ്ഞ വർഷം ക്ലോസിങ്ങിൽ ഉള്ള അസറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ്. ദ ക്ലബ്ബ് ഹാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർത്ത് ₹12,000 12,000 രൂപ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസും ഉണ്ട്. ദെൻ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഫർണിച്ചർ 10,000 രൂപ, അതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 20,000 രൂപ. അഥവാ ഈ വർഷം ഓപ്പണിങ്ങിൽ ഇത്രയും അസറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ദെൻ ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 20% ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ബൈ 25%. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകംസും എക്സ്പെൻസും എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഡിപ്രീസിയേഷൻ കൂടി അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യണം. ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ്? നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു ഇൻഫോർമേഷനും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പണിങ്ങിലുള്ള അസറ്റ്സ് എല്ലാം എഴുതി നമുക്കതിൽ നിന്ന് നമ്മുടെ പഴയ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് വേണ്ട ഇൻഫോർമേഷൻസ്, അഡീഷണൽ ഇൻഫോർമേഷൻസ് ഇവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ അസറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡാണ്, അഥവാ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1 January 2013 അഥവാ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഇതിൻ്റെ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ₹2,500. ദെൻ മറ്റ് അസറ്റ്സുകൾ നമുക്കിതിൽ എൻ്റർ ചെയ്യാം. ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 ₹4,000. ദെൻ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓൺ 31 December 2012 ദ ക്ലബ്ബ് ഹാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. 31 December 2012 ആ ക്ലോസിംഗ് ബാലൻസ് ആണ് ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ്. ഇപ്പോൾ ക്ലബ്ബ് ഹാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർത്ത് ₹12,000. ദെൻ ഫർണിച്ചർ ₹10,000. ദെൻ ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ₹20,000. ഇത്രയും അസറ്റ്സ് ആണ് നമുക്ക് ജനുവരി 1 അതുകൂടാതെ ലാബിലിറ്റി ആയിട്ട് നമുക്കിവിടെ അറിയുന്ന ഒരു ഇൻഫോർമേഷൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് ആണ്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 ₹2,000. ദെൻ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ടോട്ടൽ അസറ്റ്സ് 48,000, ടോട്ടൽ ലാബിലിറ്റി ₹2,000. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് ഇവിടെ ബാലൻസിങ് ഫിഗറായിട്ട് കണ്ടുപിടിക്കാം. അതാണ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ₹46,500. ദെൻ നമുക്കിനി ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. ഇവിടെ നമുക്ക് മുകളിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആ ക്വസ്റ്റ്യൻ്റെ ഭാഗം ഇവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ താഴെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 December 2013 തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻകം സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. ഇൻകം ഇവിടെ റെസിപ്റ്റ് സൈഡിലുണ്ട്. നമുക്ക് ആദ്യ ഐറ്റം സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 65,000. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ₹6,000. ദെൻ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2012 4,000. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇൻകം എന്ന് പറയുന്നത് 67,000 ആണ്. ദെൻ നമുക്കിവിടെ നോക്കാം. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് 300. ഡൊണേഷൻ 6,000. ദെൻ ഇവിടെ ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായി കാണിക്കാൻ പാടില്ല. മാച്ച് ഫണ്ട് നമുക്കിവിടെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ദെൻ മിസ്ലേനിയസ് റെസീപ്റ്റ്സ് ₹430. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ് ₹250. ദെൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇൻകം സൈഡ് പൂർത്തിയായി കഴിഞ്ഞു. ദെൻ എക്സ്പെൻസ് സൈഡിൽ നമുക്ക് ആദ്യമായിട്ട് മാച്ച് എക്സ്പെൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മളത് മാച്ച് ഫണ്ടിൽ
അഡ്ജസ്റ്റ് ചെയ്യണം, അത് ബാലൻസ് ഷീറ്റിലാണ്. ദെൻ മറ്റൊരു ഐറ്റം റെൻറ്റ് ₹9,600. ദെൻ സാലറീസ് 24,000 ആണ്, പക്ഷേ സാലറീസുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. സാലറീസ് 24,000. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2013 ₹2,500 ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ പ്രീവിയസ് ഇയർ, അഥവാ ഇവിടെ നമുക്കറിയാം 2000 ആണ്, ഇത് ലെസ് ചെയ്യണം. നെറ്റ് നമ്മുടെ ഈ വർഷത്തെ സാലറി എക്സ്പെൻസ് 24,500 രൂപ. ദെൻ മറ്റ് എക്സ്പെൻസുകൾ സൺട്രി എക്സ്പെൻസസ് ₹3,800. ദെൻ ന്യൂസ് പേപ്പേഴ്സ് 750. ദെൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നാച്ചറിലുള്ള ഐറ്റമാണ്, നമ്മളിത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമുക്ക് എക്സ്പെൻസുകളും ഇൻകമായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൂടാതെ ഇവിടെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 20%. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് 2000 രൂപ, 20% 2000 രൂപയാണ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ. അതുകൂടാതെ സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 13,000 രൂപ. അഥവാ നമ്മൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഈ വർഷം വാങ്ങിയത് 32,000, ഓപ്പണിങ്ങിൽ നമ്മുടെ കയ്യിലുള്ളത് 20,000, ടോട്ടൽ 52,000 രൂപയുടെ 25% ആണ് 13,000 രൂപ. ദെൻ ഇപ്പോൾ നമ്മുടെ എൻട്രി പൂർത്തിയായി കഴിഞ്ഞു. ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ഇവിടെ ടോട്ടൽ 73,980. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് ആണ്. സർപ്ലസ് ക്യാരി ഡൗൺ ടു ക്യാപിറ്റൽ ഫണ്ട് 20,330. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാലൻസ് ഷീറ്റാണ്. ഈ വർഷത്തെ 2013 ഡിസംബർ 31 ബാലൻസ് ഷീറ്റ്. നമുക്ക് ബാലൻസ് ഷീറ്റ് ആദ്യത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡായി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ മറ്റു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻസ് 6,000 രൂപ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 12,000 രൂപ നമ്മുടെ കയ്യിൽ ഓപ്പണിങ്ങിലുള്ളത്. അതുകൂടാതെ ഈ വർഷത്തെ അഡീഷൻ, അഥവാ നമ്മൾ ഈ വർഷം നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കാണാം, 36,000 രൂപ. ടോട്ടൽ 48,000. ദെൻ ഫർണിച്ചർ നമ്മുടെ കയ്യിൽ ഓപ്പണിങ്ങിലുള്ളത് 10,000. അതിൻ്റെ ഡിപ്രീസിയേഷൻ 20% 2,000, ബാക്കി 8,000 റുപ്പീസ്. ദെൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഓപ്പണിങ്ങിൽ നമ്മുടെ കയ്യിലുള്ളത് 20,000. ആഡ് അഡീഷൻസ് ഈ വർഷത്തെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് പർച്ചേസാണ് 32,000 രൂപ. ടോട്ടൽ 52,000 ലെസ് ഡിപ്രീസിയേഷൻ 13,000. നെറ്റ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് 39,000. ഇനി ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് 2,500. മാച്ച് ഫണ്ട് 10,000 ലെസ് മാച്ച് എക്സ്പെൻസസ് 6,800. ബാക്കി മാച്ച് ഫണ്ട് ഉള്ളത് 3,200 രൂപ. ദെൻ ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട് 50,000 രൂപ. ദെൻ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓപ്പണിങ്ങിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ക്യാപിറ്റൽ ഫണ്ടാണ് 46,500 രൂപ. ആഡ് സർപ്ലസ് 20,330 രൂപ. ബാക്കി മൊത്തം നമ്മുടെ നെറ്റ് ക്യാപിറ്റൽ ഫണ്ടാണ് 66,830. ദെൻ ബാലൻസ് ഷീറ്റ് നമ്മൾ സാധാരണ പോലെ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ 1,22,530 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് മനസ്സിലാക്കിയത്. എല്ലാവർക്കും നന്ദി. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.